ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കർമ്മഭൂമിയിൽ യാദൃശ്ചികമായിട്ടല്ലെങ്കിൽ പോലും എത്തിപ്പെട്ട രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് പിണറായി വിജയനും രണ്ടാമത് മമതാ ബാനർജിയും. ഒരു ദശാബ്ദത്തോളം ഇവർ നാട് ഭരിച്ചു. യഥാർത്ഥത്തിൽ ആർക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? നമ്മൾ ഈ അധികാരത്തിന്റെ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തിരികെ നോക്കുമ്പോൾ നമുക്ക് ബോധ്യമാവേണ്ട ചില വസ്തുതകളുണ്ട്. ഒന്നുകിൽ രാജ്യം സമൃദ്ധമായി വികസിതമായി ഇവിടുത്തെ ജനങ്ങൾക്ക് നന്ദിപൂർവ്വം സ്മരിക്കാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. എന്നാൽ തീർത്തും നിഷ്ക്രിയമായ നിസ്സംഗമായിട്ടുള്ള ഭരണം കാഴ്ചവെക്കുകയും ചെറിയൊരു ന്യൂനവിഭാഗത്തിനു മാത്രം സംരക്ഷണം ലഭിക്കുകയും മറ്റുള്ളവർ യഥാർത്ഥത്തിൽ അവർക്ക് അവകാശപ്പെട്ടതൊന്നും ലഭിക്കാതെ പോവുകയും ചെയ്ത ഒരു സന്ദർഭം ആണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ എന്തായിരിക്കും പിന്നീടുള്ള ഈ ഭരണകർത്താക്കളുടെ അവസ്ഥ? അധികാരമില്ലാത്ത പിണറായി വിജയനെ ഇനി കേരളം എങ്ങനെയാണ് കാണുക? അല്പം സഖാക്കൾ കൂടെയുണ്ടാകുമെന്നല്ലാതെ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തെ മുഖത്തു നോക്കാനോ അദ്ദേഹത്തെ ആദരിക്കാനോ ഒരു വ്യക്തിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഏതൊരു മുഖ്യമന്ത്രിയും അധികാരം വിട്ടൊഴിയുമ്പോൾ അയാൾക്ക് അതേ സംസ്ഥാനത്ത് സുഖമായി ജീവിക്കുവാനുള്ള അന്തരീക്ഷം ഉണ്ടാകും. എന്നാൽ വിശ്വാസികളുടെയും ഭക്തരുടെയും ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളവരുടേതുമായിട്ടുള്ള ശാപവാക്കുകൾ കൊണ്ട് ഒരു നെഗറ്റീവ് എനർജിക്കുള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പിണറായി വിജയൻ ഇന്ന് ഈ പടിയിറങ്ങി പോകുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഇനിയൊരു ജനത അയാളുടെ കൂടെ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളുടെ പുരോഗതിയെ വിലയിരുത്തുമ്പോൾ 25 വർഷത്തോളം നമ്മുടെ കേരളത്തെ പിന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ. ആകെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ 1.5 ലക്ഷം കോടി കടമുള്ള നമ്മുടെ സംസ്ഥാനം ഇന്ന് ഏകദേശം 6 ലക്ഷം കോടി രൂപയുടെ കടത്തിലെത്തി നിൽക്കുകയാണ്. എന്തായാലും രണ്ട് മുഖ്യമന്ത്രിമാർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് അപ്രത്യക്ഷമാവാൻ പോവുകയാണ്. ആ പാർട്ടിയും തന്നെ ഏകദേശം ഇനിയൊരു 25 വർഷങ്ങൾക്ക് ഉള്ളിൽ അധികാരത്തിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി കേരളത്തില് സുഖവാസം അനുഷ്ഠിക്കുമോ അതെയോ പുറത്തെവിടെങ്കിലും പോകുമോ? ആ കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും 4-ാം തീയതി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.